എല്ലാവർക്കും ഹൃദയപൂർവ്വം സുപ്രഭാതം. എ വെരി വെരി വാം ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 36 വർഷക്കാലമായി മലയാളികളുടെ കാലാവസ്ഥ പോലെ, നമ്മുടെ മഴ പോലെ, മഞ്ഞ് പോലെ, വേനൽ പോലെ, നമ്മുടെ ഋതുഭേദങ്ങൾ പോലെ നമ്മളോടൊപ്പം എന്നുമുള്ള, മലയാളി സമൂഹത്തോടൊപ്പം എന്നും നമ്മോടൊപ്പമുള്ള, ചലച്ചിത്രങ്ങളിലൂടെ നമ്മോടൊപ്പമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ മഹനീയ സാന്നിധ്യം ഇതാ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ മലയാള ചലച്ചിത്ര രംഗം ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ നടൻ്റെ, അദ്ദേഹത്തിൻ്റെ മഹത്തായ ചലച്ചിത്രമായ ഒപ്പത്തിൻ്റെ 100ാം വർഷത്തിൻ്റെ ആഘോഷം മോഹൻലാലിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, നമ്മുടെ ഓരോ ശ്വാസത്തിലും നാം സൂക്ഷിക്കുന്ന നമ്മുടെ മഹാനായ ലാലേട്ടൻ ഇതാ നമ്മുടെ മുന്നിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം നമ്മൾ അഭ്യർത്ഥിക്കുന്നു. മലയാളത്തിൻ്റെ നടനവിസ്മയം, നമ്മളുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ സാന്നിധ്യം നമുക്കൊന്നേ പറയാനുള്ളൂ. വേദിയിലേക്ക് ലാലേട്ടൻ ഇതാ നമ്മുടെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശൻ സർ, പ്ലീസ് കം ടു സ്റ്റേജ്. ലാലേട്ടൻ്റെ സഹചാരിയുമായ എല്ലാമായ നിർമ്മാതാവ് ശ്രീ ആന്റണി പെരുമ്പാവൂർ, പ്ലീസ് കം ടു സ്റ്റേജ്. ലാലേട്ടൻ്റെ എല്ലാമായ ലാലേട്ടൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സനൽകുമാർ സർ, വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. സംവിധായകൻ മേജർ രവി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ നോബൽ ഗ്രേഷ്യസിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീ SL വിമൽ കുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് മിസ്റ്റർ രാജൻ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. സത്യം പറഞ്ഞാൽ എനിക്കും അവിടെ വന്നു നിന്നിട്ട് ഇത് പറയാനാണ് തോന്നുന്നത്. ഞാനും ലാലേട്ടൻ്റെ ഒരു വലിയ ആരാധകനാണ്. എന്ത് തന്നെയായാലും നമ്മളുടെ ഈ ഹർഷാരവങ്ങൾക്കിടയിൽ എന്നും എപ്പോഴും ലാലേട്ടനൊപ്പം എന്ന മലയാളികൾ നെഞ്ചേറ്റിയ ഈ അപൂർവമായ വിജയം നേടി ഈ ചലച്ചിത്രത്തിൻ്റെ വിജയാഹ്ലാദങ്ങൾ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ കൊണ്ടാടുമ്പോൾ നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ വിജയത്തിന് വേണ്ടി സർവശക്തനായ ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥനയ്ക്കായി വൈദ്യഹിയെ ക്ഷണിക്കുന്നു. കുന്ദേന്ദു തുഷാര ഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകര യാ ശ്വേതപദ്മാസന या ब्रह्माच्युतशङ्कर प्रभृतिभिर्देवै सदा वन्दिता सा मां पाहि
पातु सरस्वती भगवती निःशेषजाड्यापः. കലയുടെ ദേവതയ്ക്ക് അഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് വൈദേഹി ഇവിടെ പ്രാർത്ഥന ചൊല്ലിയത്. അടുത്തതായി നമ്മൾ ഔദ്യോഗികമായ ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടനടക്കമുള്ള എല്ലാ പ്രതിഭകൾക്കും ഈ വേദിയിൽ ഒറ്റവാക്കിൽ സ്വാഗതം പറയുകയാണ്. ഇന്നിവിടെ ഒപ്പം എന്നും എപ്പോഴും ലാലേട്ടനോടൊപ്പം എന്ന ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട പത്മശ്രീ ഭരത്, കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടനെ ഈ വേദിയിലേക്ക് സഹർഷം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുപ്പത്താറ് വർഷക്കാലത്തെ അഭിനയ വിസ്മയമായ ലാലേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്ത് ഉണ്ട് എന്നതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ 30-32 വർഷക്കാലമായിട്ടുള്ള ചലച്ചിത്ര സംവിധാന മേഖലയിൽ പ്രിയദർശൻ സാർ സംവിധാനം ചെയ്ത 75% ചലച്ചിത്രങ്ങളിലെയും നായകൻ ലാലേട്ടനായിരുന്നു. ചിലപ്പോൾ 80%-ഓ 90% ആവും. ഞാൻ അതിൻ്റെ കൃത്യമായ കണക്ക് ഞാനിവിടെ പറയുന്നില്ല. എനിക്ക് ഓരോ ചിത്രവും ഓർമ്മയുണ്ട്. എല്ലാ ചിത്രവും ഞാൻ 6-7 തവണ കണ്ടിട്ടുള്ളതാണ്, ഒപ്പം ഉൾപ്പെടെ. ഇന്നത്തെ ഈ വേദിയിൽ മുഖ്യ അതിഥിയായ നമ്മുടെ മലയാളത്തിൻ്റെയും ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെയും മഹാനായ സംവിധായകൻ പ്രിയദർശൻ സാറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലാലേട്ടൻ്റെ കണ്ണുകൾ എങ്ങനെയാണ്, ലാലേട്ടൻ്റെ കൈ എങ്ങനെയാണ്, ലാലേട്ടൻ്റെ ഓരോ വിരലുകളും എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് എന്താണ്, അദ്ദേഹത്തിൻ്റെ ഹൃദയചലനവും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ചലനങ്ങളും എങ്ങനെയാണ്, കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ ലാലേട്ടൻ കഥാപാത്രമായി മാറുന്നത് എങ്ങനെയാണ് എന്നത് വളരെ വർഷക്കാലമായി അറിയുന്ന ലാലേട്ടൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാവ് ആൻ്റണി പെരുമാവൂരിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാനീ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ്റെ അറിയുന്ന മറ്റൊരാൾ, ലാലേട്ടൻ്റെ ജീവാത്മാവും പരമാത്മാവും ലാലേട്ടൻ്റെ കണക്കും കാര്യവും ഹൃദയത്തിൻ്റെ ഒരു ഭാഗവുമായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് മിസ്റ്റർ സനൽകുമാർ അവർകളെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതാ മേജർ മഹാദേവന് 4ാമത്തെ അവതാരം. കീർത്തിചക്രയിലും കുരുക്ഷേത്രയിലും കാണ്ഡഹാറിലും നാം കണ്ട മേജർ മഹാദേവൻ ഈ മാർച്ച് മാസത്തിൽ അവസാനത്തിൽ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ വീണ്ടും നമ്മുടെ മുന്നിലെത്തുന്നു. സല്യൂട്ട് ടു ദി, എന്താ പറയുക, ഒരു വലിയ സല്യൂട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, പാട്രിയോട്ടിക് ആയിട്ടുള്ള ചലച്ചിത്രങ്ങളുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ നന്മ കാത്തു സൂക്ഷിക്കുന്ന ചലച്ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച കീർത്തിചക്രയുടെയും കുരുക്ഷേത്രയുടെയും കാണ്ഡഹാറിൻ്റെയും കർമ്മയോധയുടെയും ഇനി വരാൻ പോകുന്ന 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ മേജർ രവിയെ ആഹ്ലാദപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്ന മൃതസഞ്ജീവിനി പ്രോഗ്രാം, അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് പറയാം. നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ വൃക്കരോഗ വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നോബൽ ഗ്രേസിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ്റെ സെക്രട്ടറി, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിമൽ കുമാർ SL, വിമൽ കുമാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ രാജൻ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്വാഗതം ചെയ്യൽ എന്ന് പറയുന്ന ഈ ചടങ്ങ് ഏറ്റവും ചെറുതാക്കാനാണ് ഞാൻ വിചാരിച്ചത്. അതുപോലെ തന്നെ ആയെന്ന് കരുതുന്നു. അതിനേക്കാൾ മുകളിലുള്ള ഹർഷാരവും മുഴക്കിയ ലാലേട്ടൻ്റെ എൻ്റെ ഈ ഇടറിയ പതിഞ്ഞ ശബ്ദത്തേക്കാൾ വലിയ ശബ്ദമുള്ള ലോകം മുഴുവനുമുള്ള മോഹൻലാൽ ഫാൻസിനെ
ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യരായ ദൃശ്യ പത്രമാധ്യമ പ്രതിനിധികളെയും ആഹ്ലാദപൂർവം ഈ ആഘോഷവേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചടങ്ങിന് ആമുഖം പറയുന്നതിന് വേണ്ടി എല്ലാത്തിനും വേണമല്ലോ ഒരു സ്വാഗതത്തിൻ്റെ അപ്പുറത്തുള്ള ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഈ സിനിമയുടെ വിജയാഹ്ലാദത്തെക്കുറിച്ച്, ഇനി വരാനിരിക്കുന്ന ചലച്ചിത്രങ്ങളുടെ വിജയാഹ്ലാദത്തെക്കുറിച്ച് എല്ലാം സംസാരിക്കുന്നതിന് വേണ്ടി മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ്റെ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കമ്മിറ്റി സെക്രട്ടറി മിസ്റ്റർ സാജനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ എന്ന നമ്മുടെ സംഘടന 1998 ശ്രീ മമ്മൂട്ടി സാർ ഉദ്ഘാടനം ചെയ്താണ് ഈ സംഘടന തിരുവനന്തപുരത്ത് രൂപം കൊള്ളുന്നത്. കഴിഞ്ഞ 18 വർഷമായി ഈ സംഘടന മലയാള സിനിമാ രംഗത്തും അതുപോലെ തന്നെ ഈ സംഘടനയുടെ കൂട്ടായ്മ കൊണ്ട് സാധാരണ ജനങ്ങളിലേക്കും നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നേറിയിട്ടുണ്ട്. ഇന്ന് ഈ സംഘടന കേരളത്തിന് പുറത്തും സംസ്ഥാനത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിൽ പോലും നമ്മുടെ സംഘടനയുടെ ഓരോ ഘടകങ്ങളും രൂപം കൊള്ളുകയുണ്ടായി. തീർച്ചയായും കഴിഞ്ഞ 18 വർഷത്തിനിടയ്ക്ക് നമ്മൾ പൊതുസമൂഹത്തിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളും അതോടൊപ്പം തന്നെ സിനിമാ സംബന്ധിയായ നമുക്കറിയാം ലാലേട്ടൻ്റെ സിനിമയുടെ പൂജാ ചടങ്ങ് മുതൽ വിജയാഹ്ലാദം വരെയുള്ള മുഴുവൻ പരിപാടികൾക്കും നമ്മുടെ സാന്നിധ്യവും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ പ്രവർത്തനത്തിന് ലാലേട്ടൻ ഉൾപ്പെടെ എല്ലാവരിൽ നിന്നും നമുക്ക് ലഭിച്ച ഒരു വലിയ അംഗീകാരമാണ് ഈ സംഘടനയുടെ ഈ 18 വർഷത്തെ പ്രവർത്തനം. കൃത്യമായ പ്രവർത്തനങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിലും വളരെ ഒരുമയോടുകൂടിയും അച്ചടക്കത്തോടു കൂടിയും വിപുലമായി നടത്തി വിജയിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ സമൂഹത്തിലെ നിരവധിയായ ആവശ്യങ്ങൾക്ക് ഫാൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള സഹായങ്ങളും സേവനങ്ങളും, അത് രക്തദാനത്തിൽ തുടങ്ങി മറ്റ് വിവാഹം നടത്തൽ ഉൾപ്പെടെ, അതുപോലെ തന്നെ സമൂഹ വിവാഹം, അതുപോലെ തന്നെ പഠനോപകരണ വിതരണം, അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങൾ, വീൽ ചെയർ വിതരണം, ഇത്തരത്തിൽ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ സിനിമ സംബന്ധിയായ പ്രവർത്തനങ്ങളിലും നമുക്ക് സജീവമായി പങ്കാളിത്തം, അതിനുവേണ്ട അംഗീകാരം എല്ലാം ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നും ആൻ്റണി ചേട്ടൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ അവസരത്തിൽ നന്ദിയോടെ ഫാൻസ് അസോസിയേഷൻ എന്ന നിലയിൽ ഞങ്ങൾ സ്മരിക്കുകയാണ്. തുടർന്നും ഈ സംഘടനയ്ക്ക് വളരെയേറെ മുന്നേറാൻ ഉണ്ട്. 2018 ഈ സംഘടന 20 വർഷം പൂർത്തിയാവുകയാണ്. നമുക്കറിയാം പല ഭാഗങ്ങളായി ചിതറിക്കിടന്ന നമ്മുടെ സംഘടന ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ വിമലേട്ടൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 18 വർഷമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നും ഈ സംഘടനയ്ക്ക് മുന്നേറാൻ വേണ്ട എല്ലാ ഊർജവും ഈ മഹത് വേദിയിൽ നിന്നുള്ള എല്ലാവരിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫാൻസ് അസോസിയേഷൻ ഇതുവരെ സംഘടിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിപുലമായൊരു പ്രൗഢഗംഭീരമായൊരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ആമുഖമായി ഇതാണ് പറയാനുള്ളത്. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ദ കംപ്ലീറ്റ് ആക്ടർ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ